നയത്തിലും കരിമണൽ വിഷയത്തിലും വലിയ അസ്വാരസ്യം രൂപപ്പെടുമ്പോഴും KPCCക്ക് മുഴുസമയ അധ്യക്ഷനില്ലാത്തത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. മന്ത്രിയായതോടെ ചുമതലയിൽ ശ്രദ്ധിക്കാൻ സണ്ണി ജോസഫിന് കഴിയുന്നില്ലെന്ന കാര്യം അദ്ദേഹം തന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ്. പുതിയ പ്രസിഡന്റായുള്ള നീക്കങ്ങൾ ഗൗരവത്തിൽ നടക്കുന്നതൊന്നും നമ്മളൊട്ട് കാണുന്നുമില്ല. എന്തുകൊണ്ട് ഈ അമാന്തം എന്നതാണ് ചോദ്യം. എന്താണ് വൈകുന്നത്? അതിൽ നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നു ഇതേ പ്ലാറ്റ്ഫോമിൽ. എന്തുകൊണ്ട് വൈകുന്നുള്ള ഇന്നലെയാണ് മിനിയാന്നാണ്. അതായത് എന്തുകൊണ്ട് വൈകുന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഈ KPCC അധ്യക്ഷൻ തീരുമാനിക്കേണ്ടതാണ് ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? KC വേണുഗോപാലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ട് ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സുസ്മേരവതനായിട്ട് പറഞ്ഞാൽ അത് അതിൻ്റേതായ സമയത്ത് നടക്കും എന്നുള്ളതാണ്. അതായത് ഒരു വലിയ വിജയം UDF നേടി നല്ല ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാം വല്ല വൈബ്രൻ്റായി പോകുന്നു. അപ്പോൾ പിന്നെ പാർട്ടിക്ക് അധ്യക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് ഹൈക്കമാൻഡിന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. അത് അതിൻ്റെ സമയത്ത് നടക്കും. അതായത് അതിൻ്റെ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞും എല്ലാം നടന്നോളൂ എന്നുള്ളതാണ്. അത് അടിയന്തരമായിട്ട് KPCC അധ്യക്ഷനെ മാറ്റണം എന്നുള്ളൊരു തോന്നൽ ഹൈക്കമാൻഡിനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കയോസ് ഇപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കയോസ് ഉണ്ടല്ലോ, ആ കയോസ് അങ്ങ് ഉണ്ടായിക്കോട്ടെ എന്ന് കുറഞ്ഞ പക്ഷം KC വേണുഗോപാലെങ്കിലും വിചാരിക്കുന്നുണ്ട്. കയോസ് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ പാർട്ടിയിലും മുന്നിലൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പോകുന്നതിന് പകരം മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിക്കട്ടെ, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉയരട്ടെ എന്ന് തീരുമാനിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ KPCC അധ്യക്ഷൻ എന്ന് പറഞ്ഞ പദവി വളരെ പ്രധാനപ്പെട്ടൊരു പൊസിഷനാണ് ആ പാർട്ടിയെ സംബന്ധിച്ച്. ആ പാർട്ടി ചലിപ്പിക്കേണ്ട ആളാണ്. രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെയുള്ള വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി എന്തിനാ? കോൺഗ്രസിന് വേറെ എവിടെ ഈ രാഷ്ട്രീയകാര്യ സമിതി ഇല്ല. കേരളത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വരാൻ കാരണം എന്താണ്? അതായത് അപ്പോഴുണ്ടാകുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോകുക പാർട്ടി. അതിനുവേണ്ടിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. CPM പൊളിറ്റ് ബ്യൂറോ പോലെ. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളൊക്കെ മന്ത്രിസഭയിലുണ്ട്. ഒട്ടുമിക്ക ആളുകളുണ്ട് മന്ത്രിസഭയിൽ. മുൻ KPCC അധ്യക്ഷന്മാർ മാത്രമേ പുറത്തുള്ളൂ. അതിലൊരു മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ മന്ത്രിയാണ്. അപ്പോൾ ഈ കയോസ് ഇങ്ങനെ തുടർന്നോട്ടെ എന്ന് ഹൈക്കമാൻഡ് വിചാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം KC വേണുഗോപാൽ വിചാരിക്കുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം. മറ്റൊന്ന്, ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സമവായത്തിൽ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റിയ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതല്ല. ഇപ്പോൾ കുടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് കേൾക്കുന്നു. ഇന്നിപ്പോൾ ജോസഫ് വാഴക്കൻ അവകാശവാദമായിട്ട് വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ടോട്ടലി ഫ്രീ ആണ്, എനിക്ക് മുഴുവൻ സമയം പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയും. അപ്പോൾ സാമുദായിക പരിഗണനകൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനൊന്നും ഹൈക്കമാൻഡിന് പ്രശ്നമില്ല. അത് വൈകുന്നതിൻ്റെ ഒറ്റ കാരണം ഹൈക്കമാൻഡ് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ അങ്ങനെ പൊക്കോട്ടെ എന്ന് ഏതോ ഒരു ശക്തി കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതിങ്ങനെ കുറച്ചൊക്കെ മുമ്പോട്ട് പോക്കോട്ടെ എന്ന് ഏതോ കേന്ദ്രം തീരുമാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് വൈകുന്നത്. അതർവൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. എത്രയും പെട്ടെന്ന് അത് ഫില്ല് ചെയ്യേണ്ടതാണ്. അത് നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് പറയേണ്ടത്. സാർ, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയതുപോലെയുള്ള വലിയ തർക്കങ്ങളൊന്നും KPCC അധ്യക്ഷനെ കണ്ടെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത് വൈകുന്നത്? അല്ല, വൈകുന്ന കാര്യം ഇപ്പോൾ അജിബ്സ് പറഞ്ഞത് മാത്രമാണ് എനിക്കും അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഇമ്മീഡിയറ്റ് ഒരു അർജൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി അല്ലാന്ന് തോന്നാൻ കാരണം ഇപ്പോൾ ഇവിടെ കൂടുതൽ പ്രധാനം ഭരണമാണ്. അപ്പോൾ ഭരണത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രസക്തി എന്നുള്ളൊരു തോന്നൽ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതാണ്. അധികാരത്തിൽ വന്നാൽ അത് മാത്രമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പാർലമെൻ്ററി ആക്ടിവിറ്റീസ് മാത്രമാണ് പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു രീതി അതിനകത്ത് കണ്ടു. അതിലൊരു വ്യത്യാസം നമ്മൾ കണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ K മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആന്റണി ആയിരുന്നല്ലോ മുഖ്യമന്ത്രി. ആ ഒരു ഘട്ടത്തിലാണ് അതിൽ ഭയങ്കരമായ ഒരു വ്യത്യാസം വരികയും അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് രൂപപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ KPCCയും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഞാൻ ഫയലും കൊണ്ട് മുഖ്യമന്ത്രി കാണാതെ ഫയലും കൊണ്ട് എക്കൈ സെൻറ്ററിൽ പോയിരുന്ന അതുപോലെ അല്ല ഇത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി KPCC പ്രസിഡന്റ് വന്നാലും മുഖ്യമന്ത്രി കാണാതെയോ കണ്ടിട്ടോ അത് KPCC ഓഫീസിലേക്ക് കൊണ്ടുവന്ന ഇന്ദിരാഭവനിലേക്ക് അത് കൊണ്ടുപോയി അവിടെ കണ്ട് ഒപ്പിട്ട് വരുന്ന സംഗതി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭരണകാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സുപ്രമസി ഒരു കാരണവശാലും ചോദ്യം ചെയ്യപ്പെടുന്ന അദ്ദേഹം അനുവദിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലും ഒരുപക്ഷെ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിന് ഒരു പ്രത്യേകമായൊരു ഒരു ഘടന ഒരു മെക്കാനിസം ആവശ്യമാണ്. കാരണം വെച്ചാൽ എല്ലാവരും നമുക്കറിയാം, ഭരണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിലേക്കാണ്. കോൺഗ്രസ്സിൽ താഴെ തട്ടിൽ മുതൽ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് പൊതുവിൽ കാണുന്നത്. അല്ല, കാസർഗോട്ടും കണ്ണൂരും പാലക്കാടും മലപ്പുറത്തും അല്ലെങ്കിൽ ആലപ്പുഴയിലും ഒക്കെ തന്നെ സംഘടനയെ എങ്ങനെ താഴെ തട്ടിൽ ഇപ്പോഴും നിലനിർത്തണം, പ്രവർത്തകരെ എങ്ങനെ രാഷ്ട്രീയമായി അവരെ വിദ്യാഭ്യാസം ചെയ്യണം, ഇത്തരം കാര്യങ്ങളുണ്ട്. അതായിരിക്കണം. അല്ലാതെ ഈ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് പാർട്ടി.
ഏതാണ് ജനങ്ങളുടെ പൾസ് സർക്കാരിന് മനസ്സിലാവണമെങ്കിൽ അതിന് പാർട്ടി വേണം, അതില്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. അല്ല ശരിയായിരിക്കും. അല്ല, അപ്പോൾ അതിപ്പോൾ CPM-നെ പോലെ ഒരു സംവിധാനം എത്ര ശ്രമിച്ചാലും കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടി സംബന്ധമായിട്ട്. ഇപ്പോൾ CPM-ന്റെ പാർട്ടി സെക്രട്ടറി പോലെ, സംസ്ഥാന സെക്രട്ടറി പോലെ KPCC അധ്യക്ഷൻ വന്നാൽ ആ ചെക്ക് ആൻഡ് ബാലൻസസ് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആളായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുവരെയുള്ള ഒരു നിരീക്ഷണം ഞാൻ പറയാണ്. മുമ്പുണ്ടായിട്ടുണ്ട്. VM സുധീരൻ അങ്ങനെ ആയിരുന്നു. സുധീരൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനേക്കാൾ പ്രധാനമായിട്ട് സംഘടനാ തലത്തിൽ ഒരുപക്ഷെ ദുർബലമായി പോകാൻ സാധ്യതയുള്ള സംഘടനാ സംവിധാനത്തെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് പാർട്ടി ഉണ്ടാവില്ല. പാർട്ടി ഒരു എടുക്കാച്ചടക്കായിട്ട് അങ്ങനെ മാറിക്കിടക്കുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസിന് വേണമെങ്കിൽ അതാണ് അവർ തീരുമാനിക്കേണ്ടത്. അത് പാടില്ല. നമുക്ക് സംഘടനാ സംവിധാനം ഇപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും KPCC അധ്യക്ഷൻ എന്ന നിലയിൽ K സുധാകരനും ഒക്കെ ചേർന്നിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ശ്രമം നടത്തിയതിന്റെ ഭാഗമായി താഴെത്തട്ടിൽ അനങ്ങുന്നത് അല്ലേ, കുറേയൊക്കെ അനക്കം വന്നതും ഒക്കെ അങ്ങനെയാണ്. ഒരു എന്താ പറയുക, കേഡർ പാർട്ടി എന്ന നിലയിലൊന്നും ആവാൻ പറ്റില്ലെങ്കിലും ഒരുപാട് അനക്കം ഉണ്ടായിട്ടുണ്ട്. ആ അനക്കം നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്, സംഘടനാ തലത്തിൽ നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പാടില്ല എന്ന് ഇവർ തീരുമാനിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരാളെ കണ്ടെത്തുകയും നിയമിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് കൊള്ളാം എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അത് എല്ലാവരും പെട്ടെന്ന് കാണുന്നത് എന്താണ്, ഇപ്പോൾ നിഷാദ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും പാർട്ടി അറിയാതെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള സതീശൻ്റെ ട്രെൻഡിനെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് പാർട്ടി സംവിധാനം എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഗുണമല്ല ചെയ്യുക. എനിക്ക് തോന്നുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. നിഷാദ്, ഇതിലിപ്പോൾ